ഹലോ! അപ്പോൾ എല്ലാവരും തമ്പ്നെയിൽ കണ്ട് കണ്ടതായിരിക്കും. ഒരു നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലാണ്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ നൈക്കയിൽ പിങ്ക് ഫ്രൈഡേ സെയിൽ നടന്നിട്ടുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓഫറിൽ കിട്ടുമ്പോഴല്ലേ എല്ലാവരും വാങ്ങുക. ഞാനും അതുപോലെ തന്നെയാണ്. ഓഫർ ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം പർച്ചേസ് ചെയ്യാൻ നോക്കും. മീൻസ് എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഞാൻ മാക്സിമം റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും എനിക്ക് പുതിയതായി ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് സാധനങ്ങളും അതും ഓഫറിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റും ഉണ്ട്, യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റുകളുണ്ട്. യൂസ് ചെയ്ത പ്രൊഡക്റ്റിന് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ പറയാം. ബട്ട് യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റ് ഞാൻ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ പ്രൊഡക്റ്റ് 2 ബോക്സിലായിട്ടാണ്. ഫസ്റ്റ് ഈ ബോക്സാണ്, പിന്നെ സെക്കൻഡ് പിന്നെ ഈ ഒരു ബോക്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത ബോക്സ് തന്നെ കാണിച്ചു തരാം. എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ അത് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീമാണ് ഡോക്ടർ ഷെഫിൻ്റെ. നിങ്ങൾ ഇതുവരെയായിട്ട് സൺസ്ക്രീം യൂസ് ചെയ്യാത്ത ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ ഇനി ഒരു സൺസ്ക്രീം ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും ഈ സൺസ്ക്രീം. നിങ്ങളുടെ ഒരു നോർമൽ ടു ഓയിലി സ്കിന്നാണ്, അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിന്നാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് നല്ലോണം സ്യൂട്ട് ചെയ്യും. ഇനി ഡ്രൈ സ്കിന്നിനാണെങ്കിലും ഇത് അത്യാവശ്യം നന്നായിരിക്കും, എനിക്ക് 100% ഉറപ്പാണ്. ഇത് ഞാൻ 3 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്യാൻ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ ട്രൈ ചെയ്തോളൂ. ഇത് അഫോർഡബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അഫോർഡബിൾ അല്ല. ഇത് 699 ഉണ്ട്, 499 ഉണ്ട്. പക്ഷേ നിങ്ങൾ ഡോക്ടർ ഷെറ്റിൻ്റെ വെബ്സൈറ്റിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ബൈ 1 ഗെറ്റ് 1 ഓഫർ ഇടും. ആ സമയത്ത് ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളൂ. ആ സമയത്ത് ഞാനൊരു 4 എണ്ണം വാങ്ങും. 4 എണ്ണം 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വാങ്ങിച്ചാൽ മതി. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് തീർന്നതുകൊണ്ട് അവർ സെയിലും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് മാത്രം അത് നയിക്കുന്ന പർച്ചേസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല കേളിയാണ്. കേളി മാത്രമല്ല, അത്യാവശ്യം ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഒരു ഹെയർ ആണ്. അപ്പോൾ ഞാൻ ഹെയറിൽ കണ്ടീഷണർ, ഹെയർ മാസ്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാ പ്രാവശ്യവും കണ്ടീഷണർ, ഹെയർ മാസ്ക് ഒക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എൻ്റെ മുടിക്ക് എത്ര ഇട്ടാലും തികയില്ല. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്രാവശ്യം ഞാൻ നൈക്കിൽ സെയിലിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കുറച്ച് ഹെയർ മാസ്ക്. അപ്പോൾ ഞാൻ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഫസ്റ്റ് തന്നെ ഈ ലവ് ബ്യൂട്ടി പ്ലാനറ്റിൻ്റെ ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇതിന് അത്ര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ഓഫറിൽ എനിക്ക് 200 സംതിങ്ങിനാണ് കിട്ടിയത്. ഇതിന് MRP 315 ഉള്ളൂ. എനിക്ക് ഓഫർ 200 സംതിങ്ങിനാണ് കിട്ടിയത്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ പറയാം. ഇതിങ്ങനെ ഒരു ടബിലാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു ടബിലാണ്. അത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് അല്ല, ആർഗൺ ആൻഡ് ലാവൻഡർ എന്നൊരു വേരിയൻ്റ് ആണ് കേട്ടോ. ഇത് ആരെങ്കിലും ഇതിൽ യൂസ് ചെയ്ത് കാണും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് പ്രത്യേകം ഫ്രിസ് കൺട്രോളിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചത്. എൻ്റെ ഫ്രിസി ഹെയറിന് ഇത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും റിവ്യൂ പറയാം കേട്ടോ. നെക്സ്റ്റ് വൺ ഇതാണ് പ്ലമ്മിൻ്റെ പെപ്റ്റൈഡ് ആൻഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് നല്ലൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. നിങ്ങളുടെ ഫ്രിസി ഹെയർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലോണം സ്യൂട്ട് ആവും. ഇതും ഞാൻ ഓഫറിൽ എങ്ങാണ്ട് 200 സംതിങ്ങിന് തന്നെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ MRP ഇതിൽ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബോക്സ് ഉണ്ടാവുമായിരിക്കും. ഞാനത് ബോക്സ് കളഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു സാധനമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതും അണ്ടർ 300 റുപ്പീസിന്. ഇതും പിന്നെ ഞാൻ കുറേ യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്യുന്ന കണ്ടിട്ട്, റിവ്യൂ പറഞ്ഞാൽ പ്രൊമോഷൻ രീതിയിൽ ചെയ്യണം, പക്ഷേ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ട്രൈ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ അങ്ങനെ അവരെ വിശ്വസിച്ച് വാങ്ങിച്ചതാണ് ഈ ഡോവിൻ്റെ ഡീപ്പ് റിപ്പയർ ട്രീറ്റ്മെൻറ്റ്. ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 ആ ടൈമിൽ മൊത്തം ഡോവിൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ഡോവ് അല്ലേ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം ഡോവിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. ഹെയർ ഷാമ്പൂ, കണ്ടീഷണർ ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയാണ് ഈ പാരബൻ സൾഫേറ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ തുടങ്ങിയപ്പോൾ അതില്ലാത്തത് നോക്കി വാങ്ങുമ്പോൾ അപ്പോൾ അങ്ങനെ ഡോവ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞാൻ ശരി എന്നാൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയും ആൾക്കാർ നല്ല റിവ്യൂ പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, സെയിൽ ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. ഇതും 199 സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത്. 200 രൂപയുടെ ഉള്ളിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. നെക്സ്റ്റ് ഫേസ് വാഷ് ആണ്. ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഫേസ് വാഷ് ആണ്. നിങ്ങളിത് കുറേ യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഏതോ ഒരു യൂട്യൂബറിൻ്റെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ബട്ട് ഇത് അടിപൊളിയാണ് ഗൈസ്. നിങ്ങളുടെ ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, നോർമൽ കോമ്പിനേഷൻ എന്ത് ടൈപ്പ് ഓഫ് സ്കിന്നാണെങ്കിലും ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം. ഇതൊരു ജെൽ ഫോർമുലയിലുള്ളതാണ്. ഇതിനൊരു മണമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ലതാണ്. ഇത് ഫേസിനെ ഇങ്ങനെ ഡ്രൈ ആക്കില്ല, ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കും. നിങ്ങൾക്ക് ഡെയിലി മോർണിംഗ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് സിമ്പിൾ, ഏതാ ഫേസ് വാഷ് എന്ന് പറഞ്ഞില്ല അല്ലേ. ഇത് സിമ്പിളിൻ്റെ റിഫ്രഷിംഗ് ഫേസ് വാഷ് ആണ് കേട്ടോ. ഇത് ഞാൻ നോർമൽ സ്കിന്നുള്ളതാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു ഓയിലി സ്കിന്നിൻ്റെ വേരിയൻറ്റോ ഡ്രൈ സ്കിന്നിൻ്റെ വേരിയൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, 450 ഉണ്ട് നിറയെ. പക്ഷേ നിങ്ങൾ ഓഫറിൽ വാങ്ങുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു 200 കിട്ടില്ല, ഒരു 300 റേഞ്ചിൽ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൺസ്ക്രീം ആണ് കേട്ടോ. ഇത് ഡെർമാക്കോന്ന് ബ്രാൻഡ് 1% ഹൈലറോണിക് സൺസ്ക്രീം ഹൈഡ്രേറ്റിംഗ് ജെല്ലാണ്. എനിക്കിതിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ സ്കിന്നിന് ഇത് ചേർന്നില്ല. ആക്ച്വലി ഞാനിത് ഓഫർ കണ്ടിട്ട് വാങ്ങിച്ചത് 499 സംതിങ് ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ആ സൺസ്ക്രീമിൽ ഒന്ന് മാറ്റി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ വല്ലാത്ത പണി കിട്ടി ഗൈസ്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് മുഖത്തൊക്കെ കുരു വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു പെയിൻ പോലെ സ്റ്റാർട്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പിമ്പിൾ വരാനുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ മനസ്സിലായത് ഇത് ഉപയോഗിച്ചിട്ടാണെന്ന്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ബൈ 1 ഗെറ്റ് 1 ഓഫറിലാണ് കിട്ടിയത്. നൈക്കെന്നാണ് തോന്നുന്നു. അതെ, നൈക്കെന്നല്ല, ഡെർമാക്കോൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ്. പക്ഷേ ഞാനിത് ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആരെങ്കിലും ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഓയിലി സ്കിന്നുകാർ അവോയ്ഡ് ചെയ്യാമെന്നായിരിക്കും ബെറ്റർ. കാരണം ഇത് എൻ്റെ സ്കിന്നിന് സ്യൂട്ടായില്ല. ഇതും ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ
വാങ്ങിച്ചിട്ട് എൻ്റെ പൈസ പോയി എന്നല്ലാണ്ട് എനിക്കിത് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ശരി സൺസ്ക്രീൻ എന്നല്ലേ നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതിങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇതിന് 2 ഉണ്ട്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തത് വേറെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം ഇതിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറയാം. ഞാനത് നൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്തല്ല കേട്ടോ. നൈക്കിലൊക്കെ ഇതൊരു 300 സംതിങ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഡെർമാക്കോൻ്റെ വെബ്സൈറ്റിൽ ഇതേപോലെ ബൈ 1 ഗെറ്റ് 1 സെയിലിട്ട സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് 250ക്ക് 2 250ക്ക് ഒരെണ്ണം 250 500ന് 2 കിട്ടി. അങ്ങനെ വാങ്ങിച്ചത് കേട്ടോ. ഇതിൻ്റെ MRP 499 ആണ്. അതെ, അപ്പോൾ 250 റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓയിലി ആണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സ്യൂട്ടായാൽ കണ്ടിന്യൂ ചെയ്തോളൂ. ഇല്ല എന്തെങ്കിലും ആക്നെ പോലത്തെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ. അല്ലെങ്കിൽ നല്ലോണം പിമ്പിൾസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു സ്കിൻ കെയർ ഒന്നല്ല, ഒരു പെർഫ്യൂം എന്ന് പറയാം. ഇത് മണത്തിന് വേണ്ടിയിട്ടാണ് അടിപൊളി. ഇത് മണം മാത്രമല്ല, പക്ഷേ ഇത് മോയ്സ്ചറൈസിങ്ങാണ്. ഇത് നല്ല മണമാണ് ഗൈസ്. ഇത് പ്ലമ്മിൻ്റെ ബോഡി ലവിങ് ബ്രാൻഡിൽ വരുന്ന വാനില വൈബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അത് ബോഡി ഓയിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല മണമാണ് ഗൈസ്. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഒരുങ്ങി പോവുകയാണ്, നിങ്ങൾക്ക് നല്ല സ്മെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു 2 ഡ്രോപ്പ് എടുക്കുക, നല്ലോണം ഇങ്ങനെ ആക്കുക. എവിടെ വെച്ചാൽ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ബോഡിക്ക് നല്ല ഷൈനിങ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു 3ാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഞാൻ സ്ഥിരം യൂസ് ചെയ്യും. ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാലിലൊക്കെ പുരട്ടി കഴിഞ്ഞാൽ നല്ല കാലൊക്കെ നല്ല ഷൈൻ ചെയ്യും. ഇത് അത്യാവശ്യം നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾ എന്താണ് ഇത് സ്കിൻ കെയർ ആയിട്ടൊന്നും അല്ല, പക്ഷേ സ്മെല്ലൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നിങ്ങൾ നല്ലോണം എപ്പോഴും സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. ഇതും നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് നാറ്റ് ഹാബിറ്റ് എന്ന ബ്രാൻഡിൻ്റെ ഒരു ഹെയർ ബാം ആണ് കേട്ടോ. പോസ്റ്റ് ഹെയർ വാഷ് ബാം ആണ് ഇത്. ഞാൻ സത്യം പറഞ്ഞ ഒരു യൂട്യൂബറിൻ്റെ റിവ്യൂ കണ്ട് വാങ്ങിച്ചതാണ്. അവരിത് നല്ലതാണ്, ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ചെയ്യുന്നുണ്ടോ. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കിതിനെക്കുറിച്ച് പറയാറായിട്ടില്ല. ഞാനിത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്തില്ല. പക്ഷേ ഇതിൽ പറയുന്നത് ഹെയർ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ്. ഇത് ഡ്രൈ ബ്രിട്ടിൽ സ്പ്ലിറ്റൻസ് ഉള്ള ഹെയറിന് ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നത്. എൻ്റെ ഹെയറാണത് ഇവർ പറയുന്ന ആ കാര്യങ്ങൾ. ഇതിലെന്തോ ഗ്രീൻ ഇൻഫ്യൂസ്ഡ് പോസ്റ്റ് ഹെയർ വാഷ്, ആർഗൺ ഓയിലൊക്കെ ഉള്ള ഗ്രേപ്പ് സീഡൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ലത്, ഒരു ആയുർവേദിക് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ബോക്സിൽ എന്താ ഉള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് നൈക്കിൻ്റെ കാജലാണ് കേട്ടോ. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാൽ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ട്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ റിവ്യൂ പറയാം കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ്. ഇതെന്തോ നൈക്ക ബ്ലാക്ക് മാജിക് കാജൽ ഇൻറ്റൻസ് ബ്ലാക്ക്, സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നുണ്ട്. യൂസ് ചെയ്തിട്ട് പറയാം. ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചത് ഇത് എനിക്കല്ല, അമ്മയ്ക്കാണ് കേട്ടോ. മാറ്റ് സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് നൈക്കിൻ്റെ തന്നെ സിന്ദൂരാണ്. ഇത് മെറൂൺ ഷെയ്ഡിലാണ്. അമ്മ മെറൂൺ ഷെയ്ഡാണ് യൂസ് ചെയ്യുക. നല്ല അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അല്ല നിങ്ങൾ മാരീഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാർക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മ റെഡ് ഇടില്ല. അയ്യോ, ഇത് വീഡിയോയിൽ റെഡായി കാണുന്നുണ്ട്, പക്ഷേ റെഡ് അല്ല കേട്ടോ. ഇത് മെറൂണാണ്, പെർഫെക്റ്റ് മെറൂണാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം. യെസ്. ഇതിപ്പോൾ ഇതിൽ കാണുമ്പോൾ ചില്ലി റെഡ് പോലെ ഉണ്ട്. ഈ കയ്യിൽ വരുമ്പോൾ കറക്റ്റ് ഷെയ്ഡ് കേട്ടോ. ഒരു ചെറിയ സ്മെല്ലുണ്ട്, സിന്ദൂരല്ലേ. അപ്പം അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ്. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് നെയിൽ പോളിഷാണ് കേട്ടോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് എന്താണ് നൈക്കയുടെ ഇൻസ്റ്റാ ലൈക്ക് എന്ന ബ്രാൻഡിൻ്റെ ഇൻസ്റ്റാ ലൈക്കിൻ്റെ നെയിൽ എനാമലാണ് കേട്ടോ. ഞാൻ നെയിൽ പോളിഷ് ലവറാണ്. പക്ഷേ എനിക്ക് നെയിൽ പോളിഷിൽ ആകെപ്പാട് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് റെഡാണ് കേട്ടോ. റെഡ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ റെഡാണ് യൂഷ്വലി യൂസ് ചെയ്യുക. അപ്പോൾ 2 റെഡ് നെയിൽ പോളിഷാണ്. ഒരെണ്ണം ചില്ലി റെഡും അടുത്തത് മെറൂൺ ഷെയ്ഡുമാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടിനും ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യത്തെ സെയിലിൽ ഞാൻ ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. എനിക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അനാവശ്യമായിട്ട് ഞാനൊന്നും പർച്ചേസ് ചെയ്യാറില്ല. എനിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ട്, എനിക്ക് സ്കിൻ ടൈപ്പിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. രണ്ട് എക്സ്ട്രാ ഞാനൊന്നും അങ്ങനെ വെറുതെ കണ്ടിട്ട് വാങ്ങാറില്ല, യൂസ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കണ്ടാൽ തന്നെ അറിയോ, ഡയറക്റ്റ് നൈക്കിയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ സെപ്പറേറ്റ് പറയാം കേട്ടോ. പിന്നെ ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടിക്കോളൂ. ഇതേപോലത്തെ റിവ്യൂ, ഡ്രസ്സസിൻ്റെ ഹോൾസ് എല്ലാം കാണാൻ, വ്ളോഗ്സ് എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ കേട്ടോ. ബൈ.